മികച്ച സൗണ്ട് ഡിസൈനിലെ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടി ഒപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ റസൂൽ പൂക്കുട്ടി, ഒരുപാട് സന്തോഷം, ഒപ്പം അഭിനന്ദനങ്ങൾ. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയാൻ, ഈ പുരസ്കാര ലബ്ധിയെക്കുറിച്ച്? താങ്ക് യു സോ മച്ച്. ഈ എല്ലാ അവാർഡുകളും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. പ്രത്യേകിച്ചും ഇതുവരെ കിട്ടാതിരുന്ന കേരള സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ഈ സിനിമയിലൂടെ ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്. ഐ ഫീൽ കംപ്ലീറ്റ് നൗ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എടുത്തു പറയാൻ കഴിയുന്നത് ഈ സന്ദർഭത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. കാര്യം 6 വർഷത്തോളം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. ഒരുപക്ഷെ പിന്നെ പല നിമിഷങ്ങളിൽ നമുക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപക്ഷെ ക്രാക്ക് ഡൗൺ ആയി പോകുമെന്ന് തോന്നിയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്ത എല്ലാവർക്കും ഓരോരുത്തർ. തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ മാനസികമായി കരുത്ത് നൽകാൻ കൂടി എല്ലാ ക്രൂവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചില സെഷനുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പ്രചോദനവും പ്രയോജനവും ചെയ്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ എല്ലാം കാരണക്കാരൻ ബ്ലസ്സിയാണ്. ബ്ലസ്സിയുടെ ഒരു വിഷനാണ് ഇതിനെല്ലാം കാരണം. ഇത്രയും ആളുകൾ ഇത്രയും ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാള് ഈ ഒരു സിനിമയ്ക്കോടൊപ്പം നിന്ന് ഒരു സിനിമ എന്തിനുണ്ടാക്കണം എന്നുള്ളതുണ്ടല്ലോ. അതൊരു വിഷൻ ഉണ്ടാകുക മാത്രമല്ല, വിഷൻ റിയലൈസ് ചെയ്യാൻ ഒരാൾ പുറപ്പെടുകയും അദ്ദേഹം എങ്ങനെ അയാളെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെയും ഒരു മകുട ഉദാഹരണമാണ് ബ്ലസ്സിയുടെ ഈ സിനിമ ചെയ്തെടുത്ത രീതിയും അതിന് കൂടെ നിന്ന ഒരു എല്ലാ തരത്തിലും ബ്ലസ്സിയും പൃഥ്വിയുമാണ് ഈ സിനിമയ്ക്ക് കാരണക്കാരായിട്ട് എത്തിയത്. സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്ന ഒരു മേഖലയെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കാൻ കാരണക്കാരനായ ഒരാളെന്ന നിലയിൽ കൂടിയാണ് റസൂൽ പൂക്കുട്ടി എന്നൊരാളെ മലയാളി അറിയുന്നത്. ഓസ്കാർ വേദിയിൽ എത്തിച്ച മലയാളിയെ അത്രത്തോളം അഭിമാനം കൊള്ളിച്ച ഒരാളെന്നുള്ള നിലയിൽ ഈ സന്ദർഭത്തിൽ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ അത് ഏതൊക്കെയായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഇനിയും ഇതുപോലെ ഇത്രയും കാലം ചെലവിട്ട് ഇത്ര വലിയൊരു പ്രോജക്റ്റ് അങ്ങനെ ഒന്ന് മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഇപ്പം ഈ അടുത്തതായിട്ട് വരുന്നത് മലയാള സിനിമയുണ്ട്. വടക്കൻ എന്നാണ് മലയാള സിനിമയുടെ പേര്. അതൊരു ത്രില്ലറാണ്. അത് വരുന്നുണ്ട്. പുഷ്പ 2 വരുന്നുണ്ട്. മറ്റ് പല ഹിന്ദി സിനിമകളുണ്ട്. ഒരു ബ്രിട്ടീഷ് ഫിലിമുണ്ട്. തീർച്ചയായിട്ടും ലൈഫ് ഈസ് ലുക്കിംഗ് ബിസി ആൻഡ് എക്സൈറ്റിംഗ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സൗണ്ട് ഡിസൈനിന് പ്രാധാന്യം കൂടി വരുന്ന ഒരു കാലമാണിതെന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. എനിക്ക് ഓസ്കർ കിട്ടിയ സമയവും അതിനുശേഷമുള്ള മലയാള സിനിമ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ക്വാണ്ടം ലീപ്പ്, എനിക്ക് ഓസ്കാർ കിട്ടിയതിന് ഇപ്പോൾ തൊട്ട് പിന്നാലെ എന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ അവാർഡിൽ 3 അവാർഡ് സൗണ്ടിന് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അത് 1 വിട്ടു ചുരുക്കി. അതിലുള്ള സന്ദേഹവും സന്താപവും ഉണ്ട് ഈ കൂട്ടത്തിൽ. അതോടൊപ്പം ഞാൻ അതും പങ്കുവയ്ക്കും. ഒരുപാട് നന്ദി ശ്രീ റസൂൽ പൂക്കുട്ടി. ഒപ്പം ചേർന്നതിന് വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും നേരുന്നു.